ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് there എന്ന വാക്കിന്റെ പ്രത്യേക ഉപയോഗമാണ്. മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ there എന്ന വാക്കിന് അവിടെ എന്നുള്ള അർത്ഥമുണ്ടെങ്കിലും അർത്ഥമില്ലാതെ ഇംഗ്ലീഷിൽ വാചകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ബി എന്ന വെർബിന്റെ രൂപങ്ങൾ ഉപയോഗിച്ചുള്ള വാചകങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി എന്ന വെർബിന്റെ പ്രധാന ഉപയോഗങ്ങളിൽ ഒന്നാണ് സാന്നിധ്യം, പ്രസൻസിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത്. അതാണ് ഇവിടെ കാണുന്നത്. there എന്ന വാക്ക് വെർബ് ബിയുടെ കൂടെ അല്ലാതെ മറ്റു വെർബ്സിന്റെ കൂടെയും ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാറുണ്ട്. അവിടെ എന്നുള്ള അർത്ഥമില്ലാതെ ഉപയോഗിക്കാറുണ്ട്. അത് പിന്നീട് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെർബ് ബിയുടെ മറ്റു രൂപങ്ങൾ ഈസ്, വാസ്, ആർ, were, will be ഇവയുടെ കൂടെ there ഉപയോഗിക്കുന്നതാണ്. മുൻ ക്ലാസ്സുകളിലെ സിംഗുലർ പ്ലൂറൽ എല്ലാം നമ്മൾ കണ്ടു. 4 തരത്തിലുള്ള വാചകങ്ങളെല്ലാം കാണുകയുണ്ടായി. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സിൽ നാം കാണുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ് ആയ ഹൗ മെനി, ഹൗ മച്ച് ഇവ thereന്റെ കൂടെ ഉപയോഗിക്കുന്നതാണ്. ഈ വാക്കുകൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഹൗ മെനി എന്നുള്ളത് എപ്പോഴും പ്ലൂറലിന്റെ കൂടെ ഉപയോഗിക്കും. ഹൗ മെനി ഒന്നിൽ കൂടുതൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഹൗ മച്ച് സിംഗുലറിന്റെ കൂടെയാണ് ഉപയോഗിക്കുക. ഇവ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ thereന്റെ കൂടെ കാണുന്നു എന്ന് മാത്രം. നമുക്ക് നോക്കാം. ഹൗ മെനി ബുക്സ്, ഹൗ മെനി ബുക്സ് ആർ there on the table. there എന്നുള്ളത് ഇവിടെയും നിങ്ങൾ ഉദ്ദേശിക്കണേ. സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു സ്ഥലത്തെ എഴുതിയിട്ടുള്ളൂ. ആർ there എന്ന് തന്നെ പറയണം. ഹൗ മെനി ബുക്സ് ആർ there on the table. മേശപ്പുറത്ത് എത്ര പുസ്തകങ്ങളുണ്ട്? How many books are there on the table? How many books are there on the table? മേശപ്പുറത്ത് എത്ര പുസ്തകങ്ങളുണ്ട്? ഫാസ്റ്റ് നോക്കാം. How many books were there on the table? How many books were there on the table? മേശപ്പുറത്ത് എത്ര പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു? എത്ര, how many, എത്ര പുസ്തകങ്ങൾ. How many books were there on the table? ഈ വാചകങ്ങളിൽ there എന്ന വാക്കിന് അവിടെ എന്നുള്ള അർത്ഥമില്ല. How many books are on the table എന്ന് പറയാം. പക്ഷെ നല്ല ഇംഗ്ലീഷ് ഇതാണ്. അടുത്ത വാചകം ഇതേപോലെ തന്നെയാ. How many students, എപ്പോഴും പ്ലൂറൽ ഉപയോഗിക്കണം. How many student എന്ന് പറഞ്ഞാൽ തെറ്റാ, സിംഗുലർ ഉപയോഗിക്കില്ല, എപ്പോഴും പ്ലൂറൽ ഉപയോഗിക്കാവൂ. How many students are there in the classroom? How many students are there in the classroom? ക്ലാസ് റൂമില് എത്ര കുട്ടികളുണ്ട്? How many students are there in the classroom? ക്ലാസ് റൂമിൽ എത്ര കുട്ടികളുണ്ട്? ഉത്തരം എങ്ങനെ പറയും? There are 20 students in the classroom. ക്ലാസ് റൂമിൽ 20 കുട്ടികളുണ്ട്. അല്ലെങ്കിൽ there are 30 students in the classroom. ആ രീതിയിൽ നമ്മൾ ഉത്തരം പറയും. ഇനി പാസ്റ്റ് വെച്ച് നോക്കാം. How many students were there in the classroom? How many students were there in the classroom? ക്ലാസ് റൂമിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? How many students were there in the classroom? ആ there എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കും. അവിടെ എന്നുള്ള അർത്ഥമില്ല, പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ. How many trees are there? How many trees are there near the house? How many trees are there near the house? വീടിനടുത്ത്. near the house എന്ന് വെച്ചാൽ വീടിനടുത്ത്. വീടിനടുത്ത് എത്ര മരങ്ങളുണ്ട്? How many trees are there? are there ആ രീതിയിൽ പറയണം. How many trees are there near the house? വീടിനടുത്ത് എത്ര മരങ്ങളുണ്ട്? ഫാസ്റ്റ് വെച്ച് നോക്കാം. How many trees were there near the house? How many trees were there near the house? വീടിനടുത്ത് എത്ര മരങ്ങൾ ഉണ്ടായിരുന്നു? അതിനർത്ഥം ഇപ്പോൾ മരങ്ങളില്ല, നേരത്തെ ഉണ്ടായിരുന്നു, വെട്ടിക്കളഞ്ഞു കാണും. How many trees were there near the house? വീടിനടുത്ത് എത്ര മരങ്ങൾ ഉണ്ടായിരുന്നു? ഓക്കെ. How much നോക്കാം. How muchന്റെ അർത്ഥം എത്ര എന്നുള്ളതാണ്. പക്ഷെ എന്തോരം ആ രീതിയിലൊക്കെ മലയാളത്തിൽ പറയും. എണ്ണാൻ പറ്റാത്ത വാക്കുകളുടെ കൂടെയാണ് how much ഉപയോഗിക്കാന്ന് നേരത്തെ കണ്ടിട്ടുണ്ട്. എണ്ണാൻ പറ്റുന്ന വാക്കുകളുടെ കൂടെ സ്റ്റുഡൻസ് 5 കുട്ടികൾ, 6 കുട്ടികൾ, അങ്ങനെ എണ്ണാൻ പറ്റുന്നവയുടെ കൂടെയാണ് how many ഉപയോഗിക്കുക. എണ്ണാൻ പറ്റാത്ത ഒരു വെള്ളം, 2 വെള്ളം അല്ലേ, അങ്ങനെ പറയില്ല. 1 പഞ്ചസാര, 2 പഞ്ചസാര എന്നൊന്നും നമ്മൾ പറയില്ല. ഇതെല്ലാം നേരത്തെ കണ്ടതാണ്. ഇവിടെ സിംഗുലറിന്റെ കൂടെയാണ് how much ഉപയോഗിക്കുക. ഈ വാചകങ്ങൾ കാണുമ്പോൾ ഇതിന്റെ അർത്ഥം വ്യക്തമാകും. നമുക്ക് ഈ വാചകം നോക്കാം. How much water is there? ഇവിടെ there എന്ന് വയ്ക്കണേ.
How much water is there in the bottle? How much water is there in the bottle? കുപ്പിയില് എന്തോരം വെള്ളമുണ്ട്? എത്ര വെള്ളം എന്ന് നമ്മൾ പറയാറില്ല, എന്തോരം വെള്ളം അല്ലേ, അതിന്റെ അളവ് ചോദിക്കുകയാണ്. How much water is there? Is there അത് പറയണേ, there എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. How much water is there in the bottle? How much water is there in the bottle? കുപ്പിയില് എന്തോരം വെള്ളമുണ്ട്. Past ആണെങ്കിലോ how much water was there in the bottle? How much water was there in the bottle? കുപ്പിയിൽ എന്തോരം വെള്ളമുണ്ടായിരുന്നു, കുപ്പിയിൽ എന്തോരം വെള്ളമുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തോരം വെള്ളം കുപ്പിയിൽ ഉണ്ടായിരുന്നു, ആ രീതിയിൽ ചോദിക്കാം. ഇതെല്ലാം സിംഗുലർ ആണ്, സിംഗുലർ ആണ്. ഹൗ മച്ചിന്റെ കൂടെ എപ്പോഴും സിംഗുലർ ഉപയോഗിക്കുള്ളൂ, ഹൗ മെനിയുടെ കൂടെ എപ്പോഴും പ്ലൂറൽ ഉപയോഗിക്കുള്ളൂ. രണ്ടും എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അളവിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ. How much sugar is there on the table? How much sugar is there? Is there on the table? How much sugar is there on the table? മേശപ്പുറത്ത് എന്തോരം പഞ്ചസാരയുണ്ട്. ഫസ്റ്റ് നോക്കാം. How much sugar was there on the table? How much sugar was there on the table? മേശപ്പുറത്ത് എന്തോരം പഞ്ചസാര ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. എന്തോരം പഞ്ചസാര മേശപ്പുറത്ത് ഉണ്ടായിരുന്നു. How much sugar was there? അവിടെ there എന്ന വാക്ക് ഉപയോഗിക്കണം. Was there on the table? there എന്ന വാക്കിന് അർത്ഥമില്ല, പക്ഷെ ഈ രീതിയിലാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക. അടുത്ത വാചകം നോക്കാം. How much milk is there in the cup? How much milk is there? Is there in the cup? കപ്പിൽ എന്തോരം പാലുണ്ട്, അല്ലെങ്കിൽ എന്തോരം പാല് കപ്പിലുണ്ട്, അങ്ങനെ ചോദിക്കുകയാണ്. ഓക്കെ. അടുത്തത് പാസ്റ്റ് വെച്ച് how much milk was there in the cup? How much milk was there in the cup? കപ്പിൽ എന്തോരം പാലുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തോരം പാല് കപ്പിലുണ്ടായിരുന്നു ചോദിക്കാൻ. ഈ രീതിയിലാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മറ്റ് ക്വസ്റ്റ്യൻ വേർഡ്സിന്റെ കൂടെയും there ഉപയോഗിക്കാറുണ്ട്, അത് നമുക്ക് പിന്നീട് കാണാം. എല്ലാ ക്ലാസ്സിലും പറയുന്നതിൽ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തെങ്കിലേ ഒഴുക്കോടെ പറയാൻ പറ്റും. ഓക്കെ. എപ്പോഴും ഇവിടെ പ്ലൂറൽ വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, ഇവിടെ സിംഗുലർ വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എണ്ണാൻ പറ്റാത്തത് ഹൗ മച്ച് ബോയ്, ഹൗ മച്ച് സ്റ്റുഡന്റ് എന്നൊന്നും നമ്മൾ പറയില്ല, അത് നമുക്കറിയാം. ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കുക. വാട്ടർ, ഷുഗർ, മിൽക്ക്, വുഡ്, ആ രീതിയിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കുക. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, കുറച്ച് വാക്യങ്ങൾ എല്ലാ ദിവസവും പഠിക്കാൻ നോക്കണേ. അതോടൊപ്പം മറ്റു വേർഡ്സും പഠിക്കുക. മറ്റ് ഇംഗ്ലീഷ് വാക്കുകൾ, പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, അർത്ഥം, ഉച്ചാരണമൊക്കെ പഠിക്കുക. ആത്മവിശ്വാസത്തോടെ ഒഴുക്കോടെ ഭയമില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു, അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ
റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് നമ്മളെ വെർബുകളുടെ ലിസ്റ്റിലെ 13ാമത്തെ ലിസ്റ്റ് ആണ്. വെർബുകളുടെ ധാരാളം രൂപങ്ങളിലെ 4 രൂപങ്ങളാണ്. ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ എല്ലാ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവ അറിയാതെ ഇംഗ്ലീഷ് ഭാഷ എഴുതാനോ സംസാരിക്കാനോ സാധിക്കുകയില്ല. അപ്പൊ ഇവ നമ്മൾ ശരിക്കും പഠിക്കണം. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷില്. ഉച്ചാരണവും സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ടെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. Bear, bore, born, beat, bet, beaten. ശ്രദ്ധിക്കണം, പാസ്റ്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും പ്രസന്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും ഒരേപോലെയാണ്. ഉച്ചാരണം വ്യത്യാസമുണ്ട്. ബീറ്റ്, ബെറ്റ്, ബീറ്റൺ ആണ്. ബൈറ്റ്, ബിറ്റ്, ബിറ്റൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ചൂസ്, ചോസ്, ചോസൺ. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഈറ്റ്, എറ്റ്, ഈറ്റൺ. ഇവിടെ പ്രത്യേകതയുണ്ട് ഈ വെർബുകളുടെ. ഇത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളിൽ നമ്മൾ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഇ ഡി എന്നോ ഡി എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. തുടങ്ങാം. ഡിസഗ്രി, ഡിസഗ്രി, ഡിസഗ്രീഡ്. ഡ്രൗൺ, ഡ്രൗണ്ട്, ഡ്രൗണ്ട്. ഫ്രൈ, ഫ്രൈഡ്, ഫ്രൈഡ്. harm, harmed, harmed. Excite, excited, excited. Force, forced, forced. Hug, hugged, hugged. Hope, hoped, hoped. Hum, hummed, hummed. Instruct, instructed, instructed. Interfere, interfered, interfered. Invent, invented, invented. Irritate, irritated. Entertain, entertained, entertained. Jog, jogged, jogged. Heat, heated, heated. Join, joined, joined. Last, lasted, lasted. Preserve, preserved, preserved. Prevent, prevented, prevented.
produce, produced, produced, promise, promised, promised. ഓർക്കുക, ഈ വെർബുകള് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇവയുടെ ഉച്ചാരണം പഠിക്കണം, അർത്ഥവും പഠിക്കണം. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചില വെർബുകളിലേക്ക് സിംഗുലർ ആകുമ്പോൾ ചില സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് എഴുതാൻ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. അപ്പൊ ഈ വെർബുകളൊക്കെ നന്നായിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.